بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. ഒരു വ്യക്തിയുടെ സഹോദരൻ മരിച്ചു. സ്വപ്നത്തിൽ ആ സഹോദരനെ കണ്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഖബറിൽ നിന്നെ വെച്ചതിന് ശേഷം നിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുക്കിലേക്ക് തീയുടെ ഒരു ജ്വാലയുമായി ഒരാൾ എൻ്റെ അടുക്കിലേക്ക് വന്നു. അഥവാ ദുആ ചെയ്യുന്ന ആൾക്കാർ ഖബറിന്റെ മുകളിൽ നിന്ന് ദുആ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അയാൾ എന്നെ അതുകൊണ്ട് അടിക്കുമായിരുന്നു എന്ന് ഖബറിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇന്നലെ എടുത്ത കാര്യമാണ്. എന്നിട്ട് ഇമാം ഖസാലി പറയാ, ഒമിൻ ഹാദ, ഇതിന്റെ പേരിൽ ഇക്കാരണത്താൽ യുസ്തഹബ്ബു തൽഖീനുൽ മയ്യിത്തി, മയ്യത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താക്കപ്പെടും. ബാദ ദഫനി, അടക്കിയതിന് ശേഷം. ദുആഉ ലഹു, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഖബറാളി ശിക്ഷിക്കപ്പെടാം, ഖബറാളി നന്മകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഖബറിൽ അടക്കിയതിന് ശേഷം ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുക, അയാൾക്ക് തൽഖീൻ പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം സുന്നത്താണ്. ഹദീസ് മുൻകറിൽപ്പെട്ടതാണ്, ലഈഫിൽപ്പെട്ടതാണെങ്കിലും ഹദീസ് ഇവിടെ പറയുന്നുണ്ട്, അത് സംബന്ധമായിട്ടുള്ള ഹദീസ്. വഖാല സഈദ് ബിൻ അബ്ദുല്ലാഹിൽ അസ്ദി റഹിമഹുല്ലാഹ്, സഈദ് ബിൻ അബ്ദുല്ലാഹിൽ അസ്ദി പറയുകയാണ്, ഷഹിദു അബാ ഉമാമത്തുൽ ബാഹിലിയ്യ വഹുവ ഫിൻ നസഇ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കെ മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കെ ഞാൻ അദ്ദേഹത്തിനെ സന്ദർശിച്ചു. വഖാല, അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, യാ സഈദ്, സഈദേ, ഇദാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഫസ്നഉ ബി, എന്നോട് നിങ്ങൾ ചെയ്യണം, കമാ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഫഖാല, അവിടുന്ന് അരുളി, ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഫസവ്വൈതും അലൈഹി തുറാബ, അയാളുടെ മേൽ മണ്ണ് നിങ്ങൾ നിരപ്പാക്കുകയും ചെയ്ത, മണ്ണ് വാരിയിട്ടു, മണ്ണ് ഇട്ട് ഖബറ് പൂർത്തിയാക്കി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഫൽ യഖും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നിൽക്കട്ടെ, അലാ റഅസി ഖബരി, ആ ഖബറാളിയുടെ തലയുടെ ഭാഗത്ത്. സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ വിളിച്ചു പറയട്ടെ, യാ ഫുലാനു ബിന ഫുലാന, ഇന്ന പെണ്ണിന്റെ മകൻ ഇന്നയാളെ, പേര് പറഞ്ഞു, ഉമ്മയുടെ പേരും പറഞ്ഞു വിളിച്ചു പറയട്ടെ. അപ്പൊ ഇന്നോ കാരണം നിശ്ചയമായും, അപ്പൊ അയാള് യസ്മഉ, അയാൾ കേൾക്കും, പക്ഷെ വലാ യുജീബു, ജവാബ് നൽകുകയില്ല. സുമ്മൽ യഖുൽ, വീണ്ടും അവൻ വിളിച്ചു പറയട്ടെ, യാ ഫുലാനു ബിന ഫുലാന, ഇന്ന പെണ്ണിന്റെ മകൻ ഇന്ന പുരുഷനെ. അസാനിയത്ത്, രണ്ടാമത്തെ പ്രാവശ്യം. അപ്പൊ ഇനിയിപ്പോ അയാള് യസ്തവി ഖാഇദൻ, ചൊവ്വായ നിലയിൽ ഇരിക്കും, കിടക്കുന്നയാൾ എഴുന്നേറ്റിരിക്കും. സുമ്മൽ യഖുൽ, പിന്നീട് അവൻ പറയട്ടെ, യാ ഫുലാനു ബിന ഫുലാന, അസാനിയത്ത്, മൂന്നാമത്തെ പ്രാവശ്യം. ഫൈനു യഖൂലു, അപ്പൊ ആ മനുഷ്യൻ പറയും, അർഷിദിന യർഹമുക്കല്ലാ, എനിക്ക് നിങ്ങൾ വഴി പറഞ്ഞതാ, വഴി കാണിച്ചതാ, അല്ലാഹ് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. വലാകിൻ ലാ തസ്മഊന, നമ്മൾ കേൾക്കുകയില്ല അയാൾ പറയുന്ന കാര്യം, അയാൾ ഇതാണ് പറയുന്നത്. ഫയഖൂലു, അപ്പൊ ആ ഇരിക്കുന്നയാള് ആ ഖബറാളിയോട് പറയണം, ഉദ്കുർ മാ ഖറജത അലൈഹി മിനദ് ദുനിയ, ഉദ്കുർ മാ, ഒരവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്ക്, ഖറജത അലൈഹി, അതിന്റെ മേലാണ് നീ പുറത്തു പോയത്, മിനദ് ദുനിയ, ദുനിയാവിൽ നിന്നും പുറപ്പെട്ടു പോയത്. അതെന്താണത്? അത് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ അന്നക, നിശ്ചയം നീ റളീത, നീ തൃപ്തിപ്പെട്ടവനാണ്, ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ കൊണ്ട് റബ്ബ എന്ന നിലയിൽ, ഒബിൽ ഇസ്ലാമി ദീന, ദീനിനെ ഇസ്ലാമായിട്ടും ഇസ്ലാമിനെ ദീനായും, ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് നീ തൃപ്തിപ്പെട്ടവനാണ്, ഒബിൽ ഖുർആനി ഇമാമ, ഖുർആനിന് ഇമാമായി നീ തൃപ്തിപ്പെട്ടവനാണ് എന്ന് പറയാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. കാരണം ഫൈന മുൻകറൻ വനക്കീറൻ, കാരണം മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം, യതഅഖറു കുല്ലു വാഹിദിൻ മിൻഹുമാ, ഈ രണ്ടുപേരിൽപ്പെട്ട ഓരോരുത്തരും പിൻവാങ്ങും. ഈ വർത്തമാനം കേൾക്കുമ്പോൾ മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം ഈ മരിച്ചയാളുടെ അടുക്കലേക്ക് പോകാതെ പിൻവാങ്ങും. യഖൂലു, ഓരോരുത്തരും പറയും, ഇൻതലിഖ് ബിന, നമ്മളുമായി നീ പോ, എന്നാൽ നമുക്ക് പോയേക്കാം. മാ യുഖിഉദുനാ ഇൻദ ഹാദാ,
വഖദ് ലുഖിന ഹുജ്ജത്തുഹു എന്ത് കാര്യമാണ് യുക്യൗത് അത് ഇരുത്തുന്നതിനാ നമ്മളെ എന്താ ഇയാളുടെ എന്തിനിരിക്കണം ഇവിടെ? വഖദ് ലുഖിന അയാൾക്ക് പറഞ്ഞു കൊടുക്കപ്പെട്ടു ഹുജ്ജത്തു അയാൾക്കുള്ള തെളിവിനെ. അയാൾ നമ്മളോട് തെളിവ് പറയും. അപ്പൊ ഇനി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, പോയേക്കാം എന്ന് മലക്ക് പറയും. ഇവരുടെ ഇടയിൽ ഇവരുടെ മറയായി അള്ളാഹു താല ഹജീജായി നിലകൊള്ളും, മറയായി നിലകൊള്ളും, തെളിവായി നിലകൊള്ളും എന്നൊക്കെ അർത്ഥം വെക്കാം. പടച്ചവന്റെ പ്രത്യേകമായ സഹായം ഉണ്ടാകും. വഖാല റജുൽ, ഇത് കേട്ടൊരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇല്ലം യഅരിഫ് ഇസ്മ ഉമ്മിഹി യാ ഫുലാൻ ഇബ്ന ഫുലാന എന്നല്ലേ പറയണ്ടേ? ഇന്ന സ്ത്രീയുടെ മകൻ ഇന്നയാളെ. അവ ഉമ്മയുടെ പേര് അറിഞ്ഞുകൂടെങ്കിലോ? കാല അവിടുന്ന് ഫൽ യൻസുബുഹു, അവൻ ഇയാളെ ചേർക്കട്ടെ ഇലാ ഹവ്വാ, ഹവ്വാ ബീവിയിലേക്ക് ചേർക്കട്ടെ. ഹവ്വാ ബീവിയിലേക്ക് ആ വ്യക്തിയെ ചേർക്കട്ടെ. ഈ ഹദീസ് മുൻകറിൽപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. ലൈഫാൻ എന്നുള്ള വിഷയത്തിൽ സംശയമില്ല. എന്നാലും ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് അമലിൽ കൊണ്ടുവരാം. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ തൽഖീൻ ഉണ്ട്. തൽഖീനിൽ ഇത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ തെളിവ്. പക്ഷെ ഇവിടെ ഹദീസ് മുൻകറിൽ പെടുത്തിയിരിക്കുകയാണ് ഈ ഹദീസിനെ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തൽഖീൻ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. തസ്ബീത്ത് വേണമെങ്കിൽ ചൊല്ലാം, മരിച്ചുപോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക, തസ്ബീത്ത്. തൽഖീന്റെ പരിപാടി ഹനഫി മദ്ഹബിൽ ഇല്ല. വലാ ബഅസ ബി ഖിറാഅത്തിൽ ഖുർആനി അലൽ ഖുബൂരി, ഖബറുകൾ എടുക്കൽ നിന്നിട്ട് ഖുർആൻ ഓതുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. റുവിയ അൻ അലി ഇബ്നു മൂസ അൽ ഹദ്ദാദി, അലി ഇബ്നു മൂസ അൽ ഹദ്ദാദിനെ തൊട്ട് വരുന്നു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്നഹു ഖാല കുന്തു മഅ അഹ്മദ് ബിൻ ഹംബലിൻ, ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോടൊപ്പം ഉണ്ടായിരുന്നു, ഫി ജനാസത്തിൽ, ഒരു ജനാസയുടെ സംസ്കരണത്തിൽ. അപ്പോൾ മുഹമ്മദ് ബിൻ ഖുദാമത്തുൽ ജൗഹരിയു മഅന, മഹാനായ മുഹമ്മദ് ബിൻ ഖുദാമത്തുൽ ജൗഹരി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഫലമ്മാ ദുഫിനൽ മയ്യിത്തു, ആ മയ്യത്തിന് മറമാടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജാഅ റജുലുൻ ദരീറുൻ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ വന്നു, യഖറഉ ഇൻദൽ ഖബർ, ഖബറിനടുക്കൽ ഓതിക്കൊണ്ട് വന്നു നിന്നു. ഫഖാല ലഹു അഹ്മദ്, ഇമാം അഹ്മദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, യാ ഹാദാ, എടാ മനുഷ്യ, ഇന്നൽ ഖിറാഅത ഇൻദൽ ഖബരി ബിദ്അത്തു, ഖബറിനടുക്കൽ നിന്നിട്ട് ഓതല് അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു. ഫലമ്മാ ഖറജ്നാ മിനൽ മഖാബിരി, ഖബറിടങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ കാല മുഹമ്മദ് ബിൻ ഖുദാമത്ത, മുഹമ്മദ് ബിൻ ഖുദാമ എന്ന മഹാൻ ചോദിച്ചു, ലി അഹ്മദ, ഇമാം അഹ്മദിനോട്, യാ അബാ അബ്ദില്ല, അബു അബ്ദില്ല, മാ തഖൂലു ഫി മുബശ്ശിർ ബിൻ ഇസ്മാഈൽ അൽ ഹലബി, മുബശ്ശിർ ബിൻ ഇസ്മാഈൽ അൽ ഹലബി എന്ന് പറയുന്ന റാവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഉസ്താദിനെ കുറിച്ച്, ആ ഹദീസ് പണ്ഡിതനെ കുറിച്ച്. കാല ഇമാം അഹ്മദ് പറഞ്ഞു, സിക്കത്ത്, അദ്ദേഹം സിക്കത്തായ റാവിയാണ്. കാല, അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഹൽ കതബ്ത അൻഹു ഷൈഅൻ, അദ്ദേഹത്തിനെ തൊട്ട് താങ്കൾ എന്തെങ്കിലും എഴുതിയെടുത്തിട്ടുണ്ടോ? താങ്കളുടെ ഉസ്താദാണോ? താങ്കൾക്ക് വല്ലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? കാല, അദ്ദേഹം പറയും, ഇമാം അഹ്മദ് പറഞ്ഞു, നഅം, എന്റെ ഉസ്താദാണ്. അപ്പൊ കാല, ഈ മഹാനായ മുഹമ്മദ് ബിൻ ഖുദാമ പറഞ്ഞു, അഖ്ബറനി മുബശ്ശിർ ബിൻ ഇസ്മാഈല, ഇപ്പറഞ്ഞ മുബശ്ശിർ ബിൻ ഇസ്മാഈൽ എനിക്ക് പറഞ്ഞു തന്നു, അൻ അബ്ദുറഹ്മാൻ ബിൻ അലാ ബിൻ ജലാജ്, അബ്ദുറഹ്മാൻ ബിൻ അലാ ബിൻ ലജ്ലാജ്, അബ്ദുറഹ്മാൻ ബിൻ അലാ ബിൻ ലജ്ലാജ്, അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, അദ്ദേഹത്തിനെ തൊട്ട് മുബശ്ശിർ ബിൻ ഇസ്മാഈല് അബ്ദുറഹ്മാൻ ബിൻ അലാ ബിൻ ലജ്ലാജിനെ തൊട്ട്, അദ്ദേഹത്തിന്റെ പിതാവായ പിന്നെ അലാ ബിൻ ലജ്ലാജിനെ തൊട്ട്, അന്നഹു ഔസ, അദ്ദേഹം വസീത്ത് ചെയ്തു. എന്ത് വസീത്ത് ചെയ്തെന്ന്? ഇദാ ദുഫിന, ഒരാളെ അദ്ദേഹത്തിന് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ, അൻ യുഖ്റാ ഇൻദ റാസിഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ തലയിലെടുക്കൽ നിന്നിട്ട് ഓതപ്പെടണമെന്ന്, ഫാത്തിഹത്തുൽ ബഖറത്തി വഖാത്തിമത്തുഹ, സൂറത്തുൽ ബഖറയുടെ ആരംഭം അലിഫ് ലാം മീം മുതൽക്ക് മുഫ്ലിഹൂൻ വരെയുള്ള ഭാഗം, അതുപോലെ അവസാനം ആമൻ റസൂൽ, ഇത് ഓതണമെന്ന്. വഖാല, അദ്ദേഹം പറയുകയാണ്, സമയത്ത് ഇബ്നു ഉമറ, അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഉമറിനെ ഞാൻ കേട്ടു, യൂസ്, അദ്ദേഹം വസീത്ത് ചെയ്യുന്നതായിട്ട് വിധാനം ചെയ്തുകൊണ്ട്. അപ്പൊ ഫഖാല ലഹു അഹ്മദു, ഇമാം അഹ്മദ് മുഹമ്മദ് ബിൻ ഖുദാമയോട് പറഞ്ഞു, ഫർജ്, നിങ്ങൾ മടങ്ങിപ്പോ, ഇല റജുൽ, ഞാൻ പറഞ്ഞു വിട്ട ആ മനുഷ്യനിടയ്ക്കിലേക്ക്, കണ്ണു കാണാത്ത. ഫഖാല ലഹു യഖ്റഉ, അദ്ദേഹത്തിനോട് ഫഖുൽ ലഹു, അദ്ദേഹത്തിനോട് താങ്കൾ പോയി പറ, യഖ്റഉ, അദ്ദേഹം ഓതട്ടെ. അപ്പൊ ഇമാം അഹ്മദ് തന്റെ വാദത്തിൽ നിന്നും പിന്മാറി ഹദീസ് കിട്ടിയപ്പോൾ നടത്താം. അവ ഖബറിനിടയ്ക്കിൽ നിന്ന് ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല.
വഖാല മുഹമ്മദ് ബിൻ അഹ്മദ് മിർവസി റഹിമഹുല്ലാ സമീഅത്തു അഹ്മദ് ബിൻ ഹംബലിൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഞാൻ കേട്ടു യഖൂൽ അദ്ദേഹം പറയുന്നതായി ഇദാ ദഖൽതുമുൽ മഖാബിറ നിങ്ങൾ മഖ്ബറയിൽ പ്രവേശിച്ചാൽ ഫഖറഉ നിങ്ങൾ ഓതണം ബിഫാത്തിഹത്തുൽ കിതാബി വൽ മുഅവ്വദതൈനി വഖുൽ ഹുവല്ലാഹു അഹദ് ഇതെല്ലാം ഓതണം വജഅലു സവാബ ദാലിക അതിന്റെ പ്രതിഫലത്തിന് നിങ്ങൾ ഹദിയ ചെയ്യണം ലിഅഹ്ലിൽ മഖാബിർ ഖബറാളികൾക്ക് ഫഇന്നഹു യസിലു ഇലൈഹിം കാരണം അത് അവരിലേക്ക് എത്തും. വഖാല അബൂ കിലാബ പറയാണ് റഹിമഹുല്ലാ അഖ്ബൽതു മിന ശാമി ഇലൽ ബസറ ഷാമിൽ നിന്നും ബസറയിലേക്ക് ഞാൻ മടങ്ങി. അങ്ങനെ ഫനസൽത്തുൽ ഖന്ദക അടുത്തൊരു കിടങ്ങിൽ ഞാൻ ഇറങ്ങി. ഫതതഹർതു ഞാൻ അവിടെ നിന്ന് ഉളൂ ചെയ്തു. സല്ലൈതു റകഅത്തൈനി ബിലൈലി രാത്രിയിൽ 2 റക്അത്ത് ഞാൻ നമസ്കരിച്ചു. തുമ്മ പിന്നീട് വളഅതു റാസി എന്റെ തല ഞാൻ വെച്ചു അലാ ഖബറിൽ ഫനിന്തു ഖബറാന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അദ്ദേഹം കിടന്നുറങ്ങി. തുമ്മ തനബ്ബഹത്തു പിന്നെ അദ്ദേഹം ഞാൻ ഉണർന്നു. ഇത് അന്നേരം കാണാം സാഹിബുൽ ഖബരി യസ്തകീനി ഖബറാളി എന്നോട് ആവലാതി പറയുക. അവിടെ ഉണർന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉണർന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഉറക്കത്തിലുള്ള സ്വപ്നമായിരിക്കാം ഈ പറയുന്നത്. ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്ന് ഉണർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉറക്കത്തിൽ ഉണർന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന് അർത്ഥം. ഖബറാളി എന്നോട് ആവലാതി പറയുന്നു. യഖൂലു പുള്ളിക്കാരൻ പറയാണ് ലഖദ് ആദൈതനി താങ്കൾ എന്നെ ഉപദ്രവിക്കുകയാണ് മുൻദില്ലയിലെത്തി ഈ കഴിഞ്ഞ രാത്രി മുതൽ താങ്കൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. തല വെക്കാൻ പാടില്ല, കാലുകൊണ്ട് ചവിട്ടാൻ പാടില്ല. സുമ്മക്കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു ഖബറാളി ഇന്നക്കും നിങ്ങളില്ലാ തഅലമ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ നഹ്നു ഞങ്ങൾക്കെല്ലാം അറിയാം. അഥവാ ഖബറിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതെല്ലാം ഞങ്ങൾ അറിഞ്ഞിരിക്കുക. വലാ നഖ്ദിറു അലൽ അമലിന് ഞങ്ങൾക്ക് കഴിവില്ല. സുമ്മക്കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു റകഅത്തഹുമ താങ്കൾ നിസ്കരിച്ച ആ 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ അത് ഖൈറു മിനദ് ദുനിയ വമാ ഫിഹാ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളേക്കാളും ഉത്തമമാണ്. തുമ്മക്കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു ആ ഖബറാളി ജസല്ലാഹു അന്നാ അഹ്ലദ് ദുനിയ ഞങ്ങളെ തൊട്ടുള്ള പ്രതിഫലം നൽകട്ടെ ദുനിയാവിന്റെ ആൾക്കാർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഖൈറിനെ. കാരണം അഖ്ലിഉഹും നിങ്ങൾ അവർക്ക് പറയണം അസ്സലാമ സലാമിനെ ഖബറാളികളുടെ സലാം താങ്കൾ അറിയിക്കണം. ഫൈനോ കത് യദ്ഖുലു അലൈന അദ്ദേഹം പറയാണ് കാരണം നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് പ്രവേശിക്കും നൂറു അംസാലിൽ ജിബാൽ നൂറുൻ പ്രകാശം അംസാലുൽ ജിബാൽ മലകളെ പോലുള്ളതായ പ്രകാശം ഞങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവർ നന്മകൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം പ്രകാശമായി ഞങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഖ്സൂദ് മിൻ സിയാറത്തുൽ ഖുബൂരി ഖബർ സിയാറത്തിനാലുള്ള ലക്ഷ്യം സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് അൽ ഇഅ്തിബാർ ബിഹാ ആ സിയാറത്ത് കൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളലാണ്. വലിൽ മസൂരി ആരെയാണ് സിയാറത്ത് ചെയ്യുന്ന അയാൾക്ക് ഉണ്ട് എന്തുണ്ട് അയാൾക്ക് എന്താ ഉള്ളത് അൽ ഇൻതിഫാഉ ബിദുആഇഹി അദ്ദേഹത്തിന് വേണ്ടിയുള്ള ദുആ കൊണ്ട് പ്രയോജനം എടുക്കലുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ദുആ ചെയ്യുമ്പോൾ അത് ഇവർക്ക് പ്രയോജകി ഭവിക്കും. ഫലായംബഗി അത്യാവശ്യമാണ് ഫലായംബഗി പാടില്ല അൻ യഗ്ഫില സായിറു ഒരു സന്ദർശകൻ അശ്രദ്ധനാകാൻ പാടില്ല അൻ ദുആഇ നഫ്സി തനിക്ക് വേണ്ടിയുള്ള ദുആയെ തൊട്ടും വരിൽ മയ്യത്തി മരിച്ചവർക്ക് വേണ്ടിയുള്ള ദുആയെ തൊട്ടും ഫല അനിൽ ഇഅ്തിബാരി ബിഹി ആ ഖബർ കൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുന്നതിനെ തൊട്ടും അവൻ എന്താകാൻ പാടില്ല അശ്രദ്ധനാകാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.